നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്ത SIT. വട്ടിപ്പലിശയുടെ ആധാരങ്ങൾ പിടിച്ചെടുത്തു. ശബരിമല ശ്രീകോവിലിന്റെ പുതിയ വാതിലുകൾ ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പ്രതിഷേധം ശക്തമാക്കാൻ BJP 24, 25 തീയതികളിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപകൽ സമരം നടത്തും. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ കേന്ദ്രത്തെ സമ്മതം അറിയിച്ചു. തീരുമാനം CPIയുടെ എതിർപ്പിനെ മറികടന്ന്. ഫണ്ട് വാങ്ങിയാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് മന്ത്രി V ശിവൻകുട്ടി. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടത്തിൽ ചെന്നപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിലപാടിൽ മാറ്റമില്ലെന്നും ചർച്ചയ്ക്ക് വരുമ്പോൾ അഭിപ്രായം പറയുമെന്നും മന്ത്രി K രാജൻ. പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും ഞങ്ങൾക്ക് അറിവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുമ്പിലില്ല. കോട്ടയം അയർക്കുന്നത്ത് ഭാര്യയെ കൊന്നു കുഴിച്ചുമൂടി. കൊല്ലപ്പെട്ടത് പശ്ചിമബംഗാൾ സ്വദേശി അൽപാന. ഭർത്താവ് സോണി കസ്റ്റഡിയിൽ. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ പരിസരത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിൽ മഴക്കെടുതി രൂക്ഷം. ജലവിനോദങ്ങൾ നിരോധിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ ജലം തുറന്നുവിട്ടതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പെരിയാർ തീരത്ത് ജാഗ്രത. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ 2500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ റാലികൾ. നോക്കിംഗ്സ് മാർച്ചിൽ അണിനിരന്ന് ലക്ഷങ്ങൾ. US ചരിത്രത്തിലെ രണ്ടാമത്തെ ദൈർഘ്യമേറിയ ഭരണസ്തംഭനത്തിലേക്ക് രാജ്യം. 10ാം തവണയും സെനറ്റിൽ ബജറ്റ് പാസ്സായില്ല. അടച്ചുപൂട്ടൽ 18ാം ദിവസത്തിലേക്ക്. പെർത്ത് ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 7 വിക്കറ്റിന്. പരമ്പരയിൽ ഓസീസ് 1-0 മുന്നിൽ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ ചേരാൻ കേരളം. പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് സർക്കാർ തീരുമാനം. ഫണ്ട് വാങ്ങിയാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. CPIയുടെ എതിർപ്പിനെ തുടർന്ന് നേരത്തെ പലതവണ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയിരുന്നു. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിക്കുള്ള 1500 കോടി രൂപ 2 വർഷമായി കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് വഴി ഈ തുക നേടിയെടുക്കാനാണ് സർക്കാർ ശ്രമം. കേന്ദ്ര സർക്കാർ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും വെറുതെ 1466 കോടി രൂപ കളയണ്ടല്ലോ എന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടത്തിൽ ചെന്നപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 1466 കോടി രൂപയാണ് കിട്ടാനുള്ളത് കുടിശ്ശികയടക്കം. PM ശ്രീയിൽ ഒപ്പിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ CPI ഇപ്പോഴും ശക്തമായി നിലകൊള്ളുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരുമെന്നും പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വയ്ക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിനെ എതിർത്തത്. എന്നാൽ പദ്ധതിയിൽ ഒപ്പിട്ടാലും സിലബസിൽ നിന്ന് ചരിത്ര വസ്തുതകൾ ഒഴിവാക്കുന്നതടക്കം കേരളം അംഗീകരിക്കാത്ത ഒരു കാര്യവും നടപ്പിലാക്കില്ല എന്ന നിലപാടിലാണ് സർക്കാരുള്ളത്. 2022 രാജ്യത്തെ 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതിയിൽ ചേരാതിരുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള സമഗ്ര ശിക്ഷാ പദ്ധതി ഫണ്ട് തരില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി നൽകിയത്. കരാർ ഒപ്പിടുന്നത് സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നുവെന്നായിരുന്നു നേരത്തെ സർക്കാർ എടുത്ത നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലപാടിൽ മാറ്റമില്ലെന്നും ചർച്ചയ്ക്ക് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും റവന്യൂ മന്ത്രി K രാജൻ പ്രതികരിച്ചു. PM ശ്രീയിൽ ഒരു പുതിയ ഏതെങ്കിലും അഭിപ്രായങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഈ സമയം വരെ ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളുമായി തുടരുകയാണ്. അത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും ഞങ്ങൾക്ക് അറിവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുമ്പിലില്ല. സംസ്ഥാന സർക്കാരിനെ വല്ലാത്ത വിധത്തിൽ ആക്രമിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
സംസ്ഥാനത്ത് മഴ തുടരുന്നു. മധ്യവടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുകയാണ്. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുകയാണ്. അറബിക്കടലിൽ ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിന്നിരുന്ന ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് വിലയിരുത്തൽ. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഇതിൻ്റെ സ്വാധീനത്തിൽ ചൊവ്വാഴ്ചയോടെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചേക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ 13 ഷട്ടറുകൾ ഉയർത്തി 10,000 ഘനയടി വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കി. ഇതോടെ 20ഓളം വീടുകളിൽ വെള്ളം കയറി. രാവിലെ 9 മണി മുതലാണ് പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 10,000 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കാൻ തുടങ്ങിയത്. ഇതോടെ വള്ളക്കടവ്, കറുപ്പുപാലം, കടശിക്കാട്, ആറ്റോരം, മഞ്ചുമല എന്നിവിടങ്ങളിലും വികാസ് നഗർ, അയ്യപ്പൻകോവിൽ ഭാഗത്തും വീടുകളിൽ വെള്ളം കയറി. 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. എന്നാൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. കൂടുതൽ ജലം ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ എടുക്കേണ്ട മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. മഴവെള്ളം ഒഴുകിപ്പോകാതെ തടസ്സപ്പെടുന്നത് മൂലം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. റെയിൽവേ സ്റ്റേഷൻ നവീകരണം മുല്ലശ്ശേരി കനാലിലെ തടസ്സമാണ് വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ കാരണമെന്ന് പറയുന്നു. യാത്രക്കാർ ബുദ്ധിമുട്ടിലായിട്ടും റെയിൽവേ അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് വെള്ളത്തിലായതോടെ കാൽനട യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാൻ ഏറെ ബുദ്ധിമുട്ടി. മഴ മാറി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളക്കെട്ട് മാറിയില്ല. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് കാന വൃത്തിയാക്കിയതോടെയാണ് വെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങിയത്. ഞങ്ങളുടെ സഹപ്രവർത്തകർ ആരെങ്കിലും കുത്തിവിട്ടാലേ ഈ വെള്ളം വലിഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്രയും വെള്ളം കെട്ടിയെടുക്കുകയും കുത്തിവിടും, ഇപ്പോൾ വെള്ളം വലിയുകയും ചെയ്തു. ഇതിനകത്ത് യാത്രക്കാർ വന്ന് വീണ് കഴിഞ്ഞാൽ അപകടം ഉണ്ടായി. ഒരാളും ഇത്രയും നേരമായിട്ട് ഒരു സാമൂഹ്യപ്രവർത്തകരോ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാരോ ആരും തന്നെ ഒരാളും ഇവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യണത് നമ്മളൊരു സാമൂഹ്യപ്രവർത്തകരാണ്, ഒരു പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ചെയ്തു, ഞങ്ങളുടെ ഡ്യൂട്ടി. കുറഞ്ഞ സമയത്തിനുള്ളിൽ കനത്ത മഴ പെയ്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞു. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി നഗർ വരെ ഇതാണ് ഒരു സ്ട്രെച്ച് നമ്മുടെ സിറ്റിയുടെ. ഇനി അവിടെ പെയ്ത വെള്ളം മഴ മറ്റ് ഭാഗങ്ങളിൽ പെയ്തതിനേക്കാൾ കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊരു സ്ട്രെച്ച് ഏരിയയിൽ, ഇപ്പോൾ അതാണല്ലോ ഈ മിനി ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത്, ഒരു ചെറിയ സ്ട്രെച്ചിൽ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടോ ഒന്ന്. 2, ഈ മുല്ലപ്പെരിയാറൊക്കെ തുറന്നതിൻ്റെ ഭാഗമായി പുഴയിൽ വെള്ളം കൂടിയിട്ട് വലിവിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടാവുന്ന സമയപരിമിതിയും കുറയുന്നുണ്ട്. കാരണം നമ്മളിതുവരെ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വലിയ കോർഡിനേഷനോടുകൂടിയാണ് ആക്ട് ചെയ്തേക്കുന്നത്. പമ്പുകൾ വന്ന് ഇടപെടും, കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ ഉണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടിനൊപ്പം വെള്ളക്കെട്ടും കൂടിയായതോടെ യാത്രക്കാർ ഇരട്ടി ദുരിതത്തിലായി. അമൃത ന്യൂസ്, കൊച്ചി. വരും ദിവസങ്ങളിൽ മഴ നല്ലപോലെ പെയ്യുമെന്ന് മന്ത്രി കെ രാജൻ. 24-ാം തീയതി വരെ ജാഗ്രത പുലർത്തണം. ഇടിമിന്നലും കരുതലോടെ കാണണമെന്നും മന്ത്രി പറഞ്ഞു. നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട്, അട്ടപ്പള്ളം എന്ന ഭാഗത്ത് വനമേഖലയിൽ ഒരു ഉരുൾപൊട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. ആൾതാമസം അധികം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട് താലൂക്കിലെ മടവൂർ വില്ലേജിൽ പുല്ലാളൂരിൽ ഇടിമിന്നലേറ്റൊരു സ്ത്രീ മരിക്കുന്ന സ്ഥിതിയുണ്ടായി. ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായിട്ടുള്ള സനാതന ധർമ്മ സമ്മേളനം കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. തത്സമയം ഗാന്ധാരിയെ പോലെ കണ്ണുകെട്ടിപ്പോയി എന്നത്
ധർമ്മലോപത്തിന് ഇന്ന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് നാം കണ്ണുകൾ അഴിക്കണം, കൺ തുറന്ന് കാണാൻ തയ്യാറാവണം, ലോകഗതിയെക്കുറിച്ച് കാണണം, ഭാരതത്തിൻ്റെ പൂർവ്വ പ്രൗഢിയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, ദൂരക്കാഴ്ചയെക്കുറിച്ച്, സാംസ്കാരിക അവബോധത്തെക്കുറിച്ച്, ധാർമ്മിക പാഠങ്ങളെക്കുറിച്ച്, ദാർശനിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാണാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ ആചാര്യവര്യന്മാർ വന്നു ചേർന്നിരിക്കുന്നു. ഈ അസുലഭ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് കണ്ണു തുറന്ന് കാണാനും വിസ്മൃതിയിൽ ആണ്ടുപോയ പലതും ഓർമ്മിച്ചെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. ധർമ്മ സന്ദേശ യാത്ര നമ്മുടെ 100,000 ജീവിത തിരക്കുകൾക്കിടയിൽ ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ, അവരവരോടും കുടുംബത്തോടും സമാജത്തോടും രാഷ്ട്രത്തോടുമൊക്കെയുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനൊക്കെ നടത്തപ്പെടുന്നതാണ്. ഇത് നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ആചാര്യ പരമ്പര അനവധി സന്യാസി ശ്രേഷ്ഠന്മാർ കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. ആ സന്യാസി പരമ്പര ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സന്യാസി വാര്യന്മാരുടെയും തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കട്ടെ. ആ അനുഗ്രഹം ആദി ശങ്കരനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരനിലൂടെ ഒഴുകിയെത്തിയ ആ ജ്ഞാനഗംഗാനുഗ്രഹം, ആ തീർത്ഥം നമ്മയൊക്കെ ധർമ്മപാതയിൽ ഉണർത്തട്ടെ, പോഷിപ്പിക്കട്ടെ എന്നാണ് ഈ സമയത്ത് സങ്കല്പിക്കാനുള്ളത്. ധർമ്മ സന്ദേശ യാത്രയെ എല്ലാ പ്രകാരത്തിലും അനുഗ്രഹിച്ച് അതാത് സമയത്ത് യാത്രയുടെ പുരോഗതി അന്വേഷിച്ചുകൊണ്ട് വിശ്വമാതാവായി സനാതനധർമ്മത്തിൻ്റെ അത്യുത്കൃഷ്ടമായ സർവസമാശ്ലേഷിത്വത്തെ അക്ഷരാർത്ഥത്തിൽ അനുഗ്രഹമായി ചൊരിയുന്ന മാതാ അമൃതാനന്ദമയി അമ്മ വളരെ വാത്സല്യത്തോടെയാണ് ഇതിൻ്റെ രക്ഷാകർത്തൃ പദവി സ്വീകരിച്ചത്. വളരെ വാത്സല്യത്തോടെയാണ് ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ചത്. ആ അനുഗ്രഹത്തിന് നമുക്ക് ഓരോരുത്തർക്കും പാത്രീഭൂതരാവാൻ സാധിക്കട്ടെ എന്നും ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുഖ്യ ഭാഷണം കേട്ട് മാർഗദർശനം ഉൾക്കൊണ്ട് പ്രചോദിതരാവേണ്ടതുണ്ട്. അതുകൊണ്ട് ആമുഖം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരിക്കൽ കൂടി ഏവർക്കും നമസ്കാരം. ഹരി. മാർഗദർശക മണ്ഡലിൻ്റെ ചടങ്ങുകൾ സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ ചടങ്ങുകളാണ് കണ്ടത്. സംശയത്തെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഭാര്യയെ കൊന്നു കുഴിച്ചുമൂടി. കോട്ടയം അയർക്കുന്നത്താണ് സംഭവം. പശ്ചിമബംഗാൾ സ്വദേശി അൽപാന എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഭർത്താവ് സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെടുത്തു. പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ 14-ാം തീയതി മുതൽ പശ്ചിമബംഗാൾ സ്വദേശിനിയായ അൽപാനയെ കാണാനില്ലെന്ന പരാതിയുമായി ഭർത്താവ് സോണി 16-ാം തീയതിയാണ് അയർക്കുന്നം പോലീസിനെ സമീപിക്കുന്നത്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ ഇയാൾ നാട്ടിലേക്ക് മടങ്ങുവാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വരുന്നത്. ഭാര്യയെ കൊന്ന് മൃതദേഹം മറവ് ചെയ്തതായി സോണി പോലീസിനോട് വെളിപ്പെടുത്തി. തുടർന്ന് അയർക്കുന്നം ഇളപ്പാനി എന്ന സ്ഥലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തി. അൽപാനയെ കാണാതായെന്ന പരാതിയിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ നാടുവിടാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതക കാരണമെന്നാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അൽപ്പനയ്ക്ക് ഒരു സുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു. പ്രകാശ് മണ്ഡൽ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ ആ പ്രകാശ് മണ്ഡലുമായിട്ടുള്ള സ്ഥിരം ഫോൺ വിളികൾ ഈ പ്രതിക്ക് നീരസമുണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതവണ പറഞ്ഞു വിലക്കിയിട്ടും അവരുടെ ഈ ഫോൺ കോൾ നിന്നില്ല. അപ്പോൾ അത്
വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും അത് മാറ്റമില്ലാതെ തുടർന്നു. ഈ വിഷയം ഫോൺ കോൾ സംബന്ധിച്ച വിഷയവുമായി ഇവർ തമ്മിൽ പറഞ്ഞ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ആവുകയും തുടർന്ന് പ്രതി അൽപ്പനയെ തലപിടിച്ച് കൽച്ചുവരിൽ ഇടിക്കുകയും ഇടിയോടുകൂടി വീണ അൽപ്പനയെ വലിച്ചിഴച്ച് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. പ്രതിയുമായി സംഭവസ്ഥലത്ത് എത്തിയാണ് മൃതദേഹം കണ്ടെടുത്തത്. കൊലപാതകം നടത്തിയ രീതിയടക്കം ഇയാൾ പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ട അൽപ്പാനയ്ക്കും പ്രതി സോണിക്കും 2 മക്കളുമുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. മലപ്പുറം മഞ്ചേരിയിൽ യുവാവിനെ കഴുത്തറുത്ത് കൊന്നു. ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ചാരങ്കാവ് സ്വദേശി മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 7:30യോടെയാണ് സംഭവം. കാട് വെട്ടുന്ന തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും. ജോലിക്ക് പോകുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിനിടെ മൊയ്തീൻ പുല്ലുവെട്ട് മെഷീൻ ഓൺ ചെയ്ത് പ്രവീണിന്റെ കഴുത്തിനു നേരെ വീശുകയായിരുന്നു. സംഭവസ്ഥലത്ത് തന്നെ പ്രവീൺ മരിച്ചു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ മോഷണം. വിലമതിക്കാനാവാത്ത സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചെന്നാണ് വിവരം. സ്കൂട്ടറിലെത്തിയ കൊള്ളക്കാർ ആഭരണങ്ങളുമായി രക്ഷപ്പെട്ടതായാണ് സൂചന. മുഖംമൂടി ധരിച്ചെത്തിയ 3 പേരാണ് മോഷണം നടത്തിയതെന്നാണ് വിവരം. നെപ്പോളിയൻ കാലഘട്ടത്തിലെ 9 ആഭരണ ശേഖരം കൊള്ളയടിച്ചുവെന്നും സീൻ നദിയുടെ വശത്തുകൂടിയാണ് കൊള്ളക്കാർ മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ചതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മോഷ്ടിച്ച വസ്തുക്കളുടെ മൂല്യം വിലയിരുത്തുകയാണ്. മൊണോലിസ ചിത്രം ഉൾപ്പെടെ ലോകത്തിലെ തന്നെ പ്രധാന ചരിത്ര വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമാണ് ലൂവർ. മ്യൂസിയത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. മ്യൂസിയം അടച്ചെന്ന് ഫ്രഞ്ച് സർക്കാർ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കുടിയേറ്റ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ അമേരിക്കൻ നഗരങ്ങളിൽ നടന്ന പ്രതിഷേധ റാലികളിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. ജനാധിപത്യം ഭീഷണിയിലാണെന്നും ട്രംപിനെ പുറത്താക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. രാജ്യത്തെ ഏകാധിപത്യത്തിലേക്കാണ് ട്രംപ് കൊണ്ടുപോകുന്നതെന്ന് ആരോപിച്ചാണ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നോക്കിങ്സ് എന്ന മുദ്രാവാക്യമുയർത്തി 100 ആളുകൾ തെരുവിലിറങ്ങിയത്. വാഷിംഗ്ടൺ DC-യിലെ റാലിയിൽ 2000-ലേറെ പേർ അണിനിരന്നു. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും 100 ആളുകളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. ബോസ്റ്റൺ, അറ്റ്ലാന്റ, ഷിക്കാഗോ അടക്കമുള്ള നഗരങ്ങളിലും പ്രതിഷേധം നടന്നു. സമാധാനപരമായിരുന്നു പ്രതിഷേധം. ലണ്ടൻ അടക്കം ലോക നഗരങ്ങളിലും സമാനമായ റാലികൾ നടന്നു. ജനാധിപത്യം ഭീഷണിയിലാണെന്നും ട്രംപിനെ പുറത്താക്കണമെന്നും ട്രംപ് രാജാവല്ലെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തി. രാജ്യത്തുടനീളം ഏകദേശം 7 ദശലക്ഷം ആളുകൾ പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തതായി സംഘാടകർ അവകാശപ്പെടുന്നു. 50 സംസ്ഥാനങ്ങളിലായി 2700-ലധികം റാലികൾ ഇനിയും നടക്കാനിരിക്കുന്നുണ്ട്. ആധുനിക US ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളായിരിക്കും ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ട്രംപ് തന്റെ 2ാം ടേമിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അമിതാധികാരം ഉപയോഗിച്ചതിനുള്ള പ്രതികാരമായാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. ജനുവരി മുതൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനും കുടിയേറ്റ നിർവഹണത്തെ സഹായിക്കാനും ഡെമോക്രാറ്റിക് നിയന്ത്രണത്തിലുള്ള നഗരങ്ങളിലേക്ക് നാഷണൽ ഗാർഡിനെ അയക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. മാത്രമല്ല, ഇടതുപക്ഷ ലിബറൽ ഗ്രൂപ്പുകൾക്കെതിരെ കർശന നടപടിയും സ്വീകരിച്ചു. അമേരിക്കയിൽ നമുക്ക് രാജാക്കന്മാരില്ല, അഴിമതിക്കും ക്രൂരതയ്ക്കുമെതിരെ പിന്നോട്ടു പോകില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് രാജ്യവ്യാപകമായി റാലികൾ സംഘടിപ്പിച്ചത്. നോക്കിങ്സ് എന്ന പേരിലാണ് പ്രതിഷേധങ്ങൾ. കഴിഞ്ഞ ജൂണിലും സമാനമായ ട്രംപ് വിരുദ്ധ റാലികൾ സംഘടിപ്പിച്ചിരുന്നു. ഇത് അമേരിക്കൻ വിരുദ്ധരുടെ റാലികളാണെന്ന് റിപ്പബ്ലിക്കന്മാർ ആരോപിച്ചു. പ്രതിഷേധക്കാർക്ക് തീവ്ര ഇടതുപക്ഷവുമായി ബന്ധമുണ്ടെന്നും ഇവർ ആക്ഷേപിക്കുന്നുണ്ട്. അതേസമയം സമാധാനപരമായ റാലികളെ അക്രമാസക്തമാക്കി മാറ്റാനാണ് അധികൃതരുടെ ശ്രമമെന്ന് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കൊല്ലം കടയ്ക്കലിൽ CPI-യിൽ കൂട്ടരാജി. ജില്ലാ കൗൺസിൽ അടക്കം ഉൾപ്പെടെയാണ് രാജി വെച്ചത്. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നിയോജക മണ്ഡലത്തിലാണ് രാജി. 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ രാജിവെച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും ദൃശ്യങ്ങളും പുറത്ത്. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു. സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേരുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതായാണ് വിവരം.
ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചത്. ഈ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തിയത്. പോറ്റിയും സഹായി രമേശ് റാവുവും ചേർന്നാണ് സ്വർണം പൂശിയ വാതിൽ ബംഗളൂരുവിലെത്തിച്ചത്. വാതിലിന്റെ മരപ്പടികളെല്ലാം നടന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിലായിരുന്നു. ഇതിനുശേഷം സ്വർണം പൂശാനായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെയാണ് നടൻ ജയറാമിന്റെ വീട്ടിലടക്കം വാതിൽ കൊണ്ടുപോയി പൂജ നടത്തിയത്. തുടർന്ന് ബംഗളൂരുവിലെത്തിച്ച് ശ്രീരാംപുര ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ പലയിടങ്ങളിലായി പ്രദർശിപ്പിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്നാണ് സംശയം. സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേർക്ക് പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയെന്നാണ് വിവരം. കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നു. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണത്തിൽ നിന്ന് തനിക്ക് ലാഭമൊന്നും കിട്ടിയിട്ടില്ലെന്നും പോറ്റി പറഞ്ഞിരുന്നു. തന്നെ മറയാക്കി പലരും സ്വർണം തട്ടിയെടുത്തുവെന്നാണ് പോറ്റിയുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയ പേരുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. പോറ്റിയുടെയും സഹോദരിയുടെയും വീടുകളിലും സഹായി വാസുദേവന്റെ വീട്ടിലും ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, ശബരിമല എന്നിവിടങ്ങളിലും പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ പുളിമാത്തുള്ള കുടുംബ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ശബരിമല സ്പോൺസർഷിപ്പുകൾ സംബന്ധിച്ച ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഭൂമി ഇടപാടിന്റെ രേഖകളടക്കം കണ്ടെടുത്തതായും സൂചനയുണ്ട്. നേരത്തെ പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ തട്ടിപ്പിന് കൂട്ടുനിന്നവരുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞതായിരുന്നുവെന്നും വ്യക്തമായി. ചെമ്പുപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ സംബന്ധിച്ചുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി BJP. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപകൽ സമരം നടത്തും. 24-ന് വൈകിട്ട് ആരംഭിച്ച് 25-ന് ഉച്ചവരെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സംസ്ഥാന തലത്തിൽ നിന്നും പാർട്ടി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. ശബരിമല സമരം കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തെന്ന BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് സമരം കടുപ്പിക്കാനുള്ള തീരുമാനം. കേരള സ്കൂൾ കായികമേളയുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാനം. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന കായികമേളയ്ക്ക് ഒക്ടോബർ 21-ന് തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 1.25 ലക്ഷത്തോളം താരങ്ങളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. 67ാമത് സ്കൂൾ കായികമേളയെ വരവേൽക്കാനൊരുങ്ങുകയാണ് തലസ്ഥാന നഗരി. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന കായിക മാമാങ്കം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കായികമേള എന്ന നിലയിൽ ശ്രദ്ധേയമാണ്. ഒക്ടോബർ 21-ന് തിരിതെളിയുന്ന കായികമേള ഒക്ടോബർ 28-നാണ് സമാപിക്കുക. തങ്കു എന്ന് പേരിട്ട മുയലാണ് മേളയുടെ ഭാഗ്യചിഹ്നം. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് മേളയുടെ ബ്രാൻഡ് അംബാസിഡർ. നടി കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസിഡറുമാണ്. ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. വേദികളുടെയെല്ലാം അവസാനഘട്ട ഒരുക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. മേളയുടെ സുഗമമായ പ്രവർത്തനത്തിനായി 16ഓളം സബ് കമ്മിറ്റികളുമുണ്ട്. തിരുവനന്തപുരം ശിക്ഷക് സദൻ ഓഫീസാക്കി പ്രവർത്തിച്ചുകൊണ്ട് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചു വരികയാണ്. മേളയുടെ വിജയത്തിനായി 16ഓളം സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുകയാണ്. 21-ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റാണ് ആദ്യം നടക്കുന്നത്. 12 വേദികളിലായി 40 ഇനങ്ങളിലായാണ് അത്ലറ്റിക്സ് ഗെയിംസ് മത്സരങ്ങൾ നടക്കുക. ഗൾഫിൽ നിന്നുള്ളവരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുമടക്കം 20,000-ലേറെ കുട്ടികൾ മേളയിൽ പങ്കെടുക്കും. 21-ാം തീയതി മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഫുട്ബോൾ താരം IM വിജയൻ ദീപശിഖ തെളിയിക്കും. കായിക രംഗത്ത് സംസ്ഥാനത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ വേദി കൂടിയാണ് കേരള സ്കൂൾ കായികമേള. കേരളത്തിന്റെ സ്വന്തം ഒളിമ്പിക്സിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാന നഗരി. ഒക്ടോബർ 21 മുതൽ 28 വരെ അനന്തപുരി കായിക താരങ്ങളെ കൊണ്ട് നിറയും. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി മാങ്കുളം വിരിപ്പാറയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് തിരുപ്പൂരിൽ നിന്ന് എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. 24 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്ന അമ്മയെയും കുഞ്ഞിനെയും ഏറെ ശ്രമകരമായാണ് പുറത്തെടുത്തത്. മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്ത മേഖലയിലാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിച്ചു. പരിക്കേറ്റവരെ അടിമാലിയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു.
വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് പിതാവ് അറസ്റ്റിൽ. കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ഭർത്താവ് കൂടെയില്ലാത്ത യുവതി കുട്ടിക്കൊപ്പം സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു പിതാവ് പീഡിപ്പിച്ചത്. പരാതിയുമായി പോലീസിനെ സമീപിച്ച യുവതി കൗൺസിലിംഗിന് വിധേയമായപ്പോഴും പീഡന വിവരം പറഞ്ഞു. തുടർന്നാണ് 62-കാരനായ പിതാവിനെതിരെ പോലീസ് കേസെടുത്തത്. ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്ത പോലീസ് പ്രതിയെ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കും. കോട്ടയം കിടങ്ങൂരിൽ വീട് കുത്തിത്തുറന്ന് 15 പവനോളം സ്വർണവും 10,000-ലധികം രൂപയും കവർച്ച ചെയ്തു. കിടങ്ങൂർ കല്ലിട്ടതട സ്വദേശി ബെന്നി ചാക്കോ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് പുലർച്ചെ 6:30 മോഷണം നടന്നത്. ബെന്നി ചാക്കോയും ഭാര്യയും പള്ളിയിൽ പോയ സമയത്താണ് മോഷ്ടാക്കൾ വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിയത്. വീടിന്റെ താഴത്തെയും മുകളിലത്തെയും നിലകളിലെ അലമാരകൾ കുത്തിത്തുറന്നാണ് കവർച്ച നടത്തിയത്. സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ രാവിലെ 8:30 വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. അയർക്കുന്നം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ നിരീശ്വരവാദികളുടെ കൂട്ടായ്മയായ എസൻസിന്റെ പരിപാടിയിലേക്ക് തോക്കുമായി എത്തിയ യുവാവ് അറസ്റ്റിൽ. കൊച്ചി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി താൽക്കാലികമായി നിർത്തി. രവിചന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിലുള്ള സംവാദം നടക്കുന്നതിനിടെ പോലീസ് എത്തി എല്ലാവരോടും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ ഉദയംപേരൂർ സ്വദേശിയായ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ UDF നേതൃത്വം ഉത്തരമേഖല IG രാജ്പാൽ മീണയെ കണ്ടു. MPയെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ 5 ദിവസത്തിനുള്ളിൽ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. 5 ദിവസത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് പറഞ്ഞു. UDF പ്രവർത്തകരെ പോലീസ് വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നും IGയെ കണ്ട ശേഷം MK രാഘവൻ MP പ്രതികരിച്ചു. ഷാഫിയെ പോലീസുകാർ ആക്രമിച്ചുവെന്ന് റൂറൽ SP തന്നെ സമ്മതിച്ചതാണ്. AI ടൂൾ ഉപയോഗിച്ച് ആളെ കണ്ടെത്തുമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ശ്രമം ഒഴിവാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും MP കൂട്ടിച്ചേർത്തു. ഇനിയും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ്. കാരണം വടകര SP പറയുന്നത് ലാത്തിചാർജ് ഉണ്ടായില്ല, പോലീസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആരോ തല്ലി MPയെ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് നൽകിയ പരാതികൾ അവഗണിച്ചതായി UDF നേതാക്കൾ. തെരഞ്ഞെടുപ്പ് നടന്നാൽ നേർവഴി ജയിക്കില്ല എന്ന് CPM-ന് അറിയാം. അതിനാൽ സർക്കാർ വഴി ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. നിരവധിയായ വോട്ടുകൾ ചേർത്തത് ഇതേ ഹാളിൽ വെച്ച് സ്ക്രീനിൽ നോക്കിക്കോളൂ. ഓരോ ID നമ്പർ നോക്കാൻ മുകളിൽ FYTA KL4 ഇങ്ങനെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ID വെച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിലെ പേര് പ്രസിദ്ധീകരിച്ചത്. പട്ടികയിൽ ഹിജാബ് വിവാദത്തെ തുടർന്ന് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നിന്നും 2 കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു. സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങൾ വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. അതേസമയം 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നാണ് മാതാപിതാക്കളുടെ പുതിയ നിലപാട്. ഹിജാബ് വിവാദത്തിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നിന്നും കൂടുതൽ കുട്ടികൾ സ്കൂൾ മാറുകയാണ്. 2, 3 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും മാറ്റാൻ TCക്ക് അപേക്ഷ നൽകിയതായി രക്ഷിതാക്കൾ അറിയിച്ചു. ഹിജാബ് വിഷയത്തിൽ സ്കൂൾ അധികൃതർ നടത്തിയ പ്രതികരണം വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. കുട്ടികളുടെ മാതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് സ്കൂൾ മാറ്റം ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുന്നത്. ഈ സ്കൂളിൽ നിന്നും കന്യാസ്ത്രീയായ അധ്യാപിക വിളിച്ചുവെന്നും കുട്ടികളുടെ മാതാവിന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതേസമയം 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നാണ് കുടുംബത്തിന്റെ പുതിയ തീരുമാനം. ഹൈക്കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സ്കൂൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കക്ഷി ചേർത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹൈക്കോടതി ഹർജി പരിഗണിക്കും. അതുവരെ കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ സാധ്യതയില്ല. അമൃത ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന ബീഹാറിൽ കോഴ വിവാദം കനക്കുകയാണ്. RJD നേതാവ് മദൻ ഷായാണ് പാർട്ടിയെ കുരുക്കി കോഴ വിവരങ്ങൾ പുറത്തുവിട്ടത്. ലാലു പ്രസാദ് യാദവ് തനിക്ക് നേരിട്ട് വാഗ്ദാനം ചെയ്ത സീറ്റിന് RJD നേതാവ് സഞ്ജയ് യാദവ് കോഴ ആവശ്യപ്പെട്ടുവെന്നാണ് ആരോപണം. സീറ്റിന് വേണ്ടി സഞ്ജയ് യാദവ് 2.25 കോടി രൂപയാണ് ചോദിച്ചത്. പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് തനിക്ക് ലാലു മുന്നോട്ട് വെച്ച സീറ്റ് നഷ്ടമായെന്നും മദൻ ഷാ പറഞ്ഞു. बाप रे बाप, अरे बाप रे बाप, बाप रे बाप, अरे बाप रे बाप, बाप रे बाप. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ വിള്ളൽ ആയുധമാക്കി BJP. രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും അസഹിഷ്ണുത ഘടകകക്ഷികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് BJP ആരോപിച്ചു. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ സഖ്യം സജീവമാകുമെന്നാണ് RJD നേതാക്കൾ പറയുന്നത്.
വോട്ടർ അധികാർ യാത്രയും ബീഹാർ അധികാർ യാത്രയും കൊണ്ട് NDAയെ മറികടക്കാം എന്നുള്ളതായിരുന്നു RJD നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ കാര്യങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന് അനുകൂലമല്ല. സീറ്റ് വിഭജനം പോലും കൃത്യമായി പൂർത്തിയാക്കാൻ ഇപ്പോഴും മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമാക്കി ജാർഖണ്ഡ് മുക്തി മോർച്ച സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മഹാസഖ്യത്തിന്റെ ആത്മവിശ്വാസം കുറയുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. 135 സീറ്റിൽ RJD, 60 സീറ്റിൽ കോൺഗ്രസ്, 16 സീറ്റിൽ VIP, 30 സീറ്റിൽ ഇടത് പാർട്ടികൾ എന്നിങ്ങനെയാണ് പ്രാഥമിക ധാരണ. 53 സീറ്റുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളലിനെ പരിഹസിച്ച് BJP രംഗത്തെത്തിയിട്ടുണ്ട്. മഹാസഖ്യത്തിൽ വിള്ളലുണ്ടാകാനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും അസഹിഷ്ണുതയാണെന്നും ഘടകകക്ഷികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും BJP ആരോപിച്ചു. അതിന്റെ ഉദാഹരണമാണ് JMM സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് BJP IT സെൽ തലവൻ അമിത് മാളവ്യ പറഞ്ഞു. മഹാസഖ്യം തകരുന്നത് ബീഹാറിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. JMM നിലപാട് ആദിവാസി സ്വാധീന മേഖലകളിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ. JMM സ്ഥാനാർത്ഥികൾ വഴി പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഗുണകരമാകുമെന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CPMലെ സുധാകരൻ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിൽ വഴങ്ങാതെ സുധാകരൻ VSന്റെ പേരിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ് സുധാകരന്റെ തീരുമാനം. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R നാസർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടെത്തിയായിരുന്നു VSന്റെ പേരിൽ സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് സുധാകരനെ ക്ഷണിച്ചത്. സൈബറിടത്തിൽ സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകിയ നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ സുധാകരൻ നടത്തുന്ന തുറന്ന വിമർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മടങ്ങിയത്. പാർട്ടി പൊതുപരിപാടികളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന സുധാകരനെ പൊതുവേദികളിൽ പങ്കെടുപ്പിച്ച് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ സുധാകരൻ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. പരിപാടി അവർ നടത്തിക്കോളുമെന്ന നിലപാടായിരുന്നു സുധാകരന്റേത്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നായിരുന്നു സുധാകരന്റെ ഈ പിന്മാറ്റം. ഇതോടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് അകന്നുനിന്ന മുതിർന്ന നേതാവിനെ പാർട്ടിയുമായി ചേർത്ത് നിർത്താനുള്ള CPM നീക്കമാണ് വെറുതെയായത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി സുധാകരനെ പാർട്ടി വഴിയിലേക്ക് എത്തിക്കാൻ ഇനി പുതിയ നീക്കങ്ങൾ തേടേണ്ടി വരും CPM നേതൃത്വത്തിന്. അമൃത ന്യൂസ്, ആലപ്പുഴ. അട്ടപ്പാടി മുള്ളിയൂരിലെ വിദ്യാർത്ഥികൾ അമൃത TVയുടെ കൊച്ചി സ്റ്റുഡിയോ സന്ദർശിച്ചു. ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് ഏറെ കൗതുകത്തോടെയാണ് കുട്ടികൾ കണ്ടത്. 1 മണിക്കൂറോളം ഇവർ സ്റ്റുഡിയോയിൽ സമയം ചെലവഴിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിനോദയാത്രയുടെ ഭാഗമായാണ് 28 കുട്ടികളും 7 അധ്യാപകരും കൊച്ചിയിലെത്തിയത്. അട്ടപ്പാടി ആദിവാസി മേഖലയിലെ മുള്ളിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് അമൃത TV കൊച്ചി സ്റ്റുഡിയോയിലെത്തിയത്. അപ്പം മുള്ളി എന്ന് പറയുന്നത് ബോർഡർ പോസ്റ്റാണ്, നീലഗിരി റേഞ്ചാണ്. അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ മലയാള നടീനടന്മാരോ ആളുകളോ ആയിരിക്കില്ല. വിജയും സൂര്യൻ പോലുള്ള ആളുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. രജനീകാന്തൊക്കെയാണ് അവരുടെ ഒരു ഇതായിട്ട് വരിക. തീർച്ചയായിട്ടും അവർ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം പറഞ്ഞല്ലോ, ഇതെല്ലാം അവർക്ക് പുതിയതാണ്. ലാലേട്ടൻ എപ്പോഴും പറയാറുണ്ട് അമേസിങ് എന്ന് പറയാറുണ്ട്. ആ അമേസിങ് എന്ന് പറയുന്ന ഒരു ഭാവം നമ്മുടെ മക്കൾക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിന് എന്ത് പറഞ്ഞാലും അമൃത TVയോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഒരിക്കലും ഇത് മറക്കില്ല അവർ. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും, ഒരു 3-4 പേരൊഴികെ എല്ലാവരും ആദ്യമായാണ് അട്ടപ്പാടിയിൽ നിന്ന് ചുരം കടന്ന് മണ്ണാർക്കാട് വരെയെങ്കിലും എത്തുന്നത്. അപ്പം നമ്മൾ പൊതു സഹായത്തോടു കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് അനുഭവ പരിചയം വളരെ കുറവാണ്. അപ്പോൾ പരമാവധി കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 3-4 ക്ലാസ്സുകളിലെ 28 കുട്ടികളും 7 അധ്യാപകരും സംഘത്തിലുണ്ടായിരുന്നു. ലഘുഭക്ഷണത്തിന് ശേഷം ആദ്യം പോയത് മേക്കപ്പ് റൂം കാണാനായിരുന്നു. ശേഷം പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ ഫ്ലോറിലേക്ക്. സൂപ്പർ സ്റ്റാർ പരിപാടിയുടെ ഷൂട്ടിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വലിയ ക്യാമറകളും ലൈറ്റിങ്ങും എല്ലാം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കുറച്ചുനേരം ഷൂട്ടിംഗ് കണ്ട ശേഷം നേരെ PCR-ലേക്ക്. ടെലിവിഷന്റെ സാങ്കേതിക വശങ്ങളും അല്പം പരിചയപ്പെട്ടു. മോളിൽ പാട്ട് കണ്ടു, പിന്നെ ഡാൻസ്, പിന്നെ ഷൂട്ടിംഗ് സൂപ്പറായിരുന്നു, ആക്ടിങ് സൂപ്പറായിരുന്നു, പിന്നെ മേക്കപ്പ് സെറ്റൊക്കെ കാണിച്ചു തന്നു. അമൃത TVയുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് തൊട്ടു മുൻപ് ബോട്ട് സവാരിക്ക് കുട്ടികൾ പോയിരുന്നു. യാത്രയുടെ അനുഭവങ്ങളും ചിലർ പങ്കുവച്ചു. കൊച്ചിയിൽ വന്നിട്ട്
ബോട്ടിൽ പോയി, ട്രെയിനിൽ കയറി. ഇനി ഞങ്ങൾ നാളെ കടലിൽ പോവും, മെട്രോ ട്രെയിനിൽ പോവും, വിമാനത്താവളത്തിൽ പോവും. ഒരു പാട്ടുകൂടി പാടിത്തന്നിട്ടാണ് കുഞ്ഞുങ്ങൾ അമൃത TV സ്റ്റുഡിയോയിൽ നിന്ന് മടങ്ങിയത്. കളക്കാത്ത പുത്രക്ക് പൂപ്പറിക്ക പോകിലാമ വിമാനത്തെ പക്കിലമോ ലാലേ 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 ലാലേ. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ അതിക്രമിച്ച പ്രതി പിടിയിൽ. മധുരയിൽ നിന്നാണ് പ്രതിയെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. ലോറി ഡ്രൈവറാണ് പിടിയിലായ പ്രതിയെന്നാണ് വിവരം. ടെക്നോ പാർക്കിലെ IT കമ്പനി ജീവനക്കാരിയായ യുവതിയെയാണ് ഹോസ്റ്റൽ മുറിയിൽ പീഡിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഉറങ്ങിക്കിടക്കുന്നതിനിടെ അക്രമി ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. പെർത്ത് ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 7 വിക്കറ്റിനാണ്. ഓസ്ട്രേലിയൻ പേസ് ബൗളിംഗിന് മുന്നിൽ ഇന്ത്യ തകർന്നടിയുകയായിരുന്നു. മഴ പലവട്ടം കളി തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം 26 ഓവറാക്കി ചുരുക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് മഴ നിയമത്തിൽ 131 റൺസാണ് വേണ്ടിയിരുന്നത്. 21.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ ലക്ഷ്യത്തിലെത്തി. മിച്ചൽ മാർഷ് 46 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന് ഓസ്ട്രേലിയ വിജയത്തിലേക്ക് എത്തിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ 1-0 മുന്നിലാണ്.